ഹായ് ഹലോ, രാവിലെ തന്നെ മഴയുണ്ട് കേട്ടോ. മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാനിതാ എണീച്ചൊക്കെ വന്നപ്പോഴേക്കും കുഞ്ഞാവെ എണീച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് സമയം എടുത്തിരുന്നിട്ട് കുഞ്ഞാവേനെ വാക്കറിലിരുത്തിയതാണ്. പെസാണ്ടും സ്വത്തുമൊന്നും എണീച്ചിട്ടില്ല, നല്ല ഉറക്കത്തിലാണ് അവർ. അപ്പം ഞാനിതാ തലേ ദിവസം അരച്ച് വെച്ചിട്ടുള്ള മാവാണ് കേട്ടോ. അതാ നല്ലപോലെ പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്. ദോശയോ ഇഡലിയോ ഉണ്ടാക്കാമല്ലോ. എനിക്ക് ഇഡലിയെക്കാട്ടിലും ഇഷ്ടം ദോശയാണ് കേട്ടോ. സ്വത്തുവിനാണെങ്കിൽ ഇഡലിയാണ് ഇഷ്ടം. ഇന്ന് ഞാൻ ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാനിതാ മാവിലോട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കി വയ്ക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇന്ന് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇന്നലത്തെ സാമ്പാറുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും രാവിലെ ചട്ടണി എന്തായാലും എന്നും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഉണ്ടാക്കുന്നില്ല, സാമ്പാറുണ്ടല്ലോ. കൂട്ടുകാർക്ക് ദോശയാണോ ഇഡലിയാണോ കൂടുതൽ ഇഷ്ടം? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോഴേക്ക് പെസാണ്ട് എണീച്ചു. കുഞ്ഞാവ പെസാൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നത്തെ ഇഡലി അങ്ങോട്ട് ശരിയായി വന്നില്ല, പൊങ്ങി വന്നില്ല. മാവൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല പൂ പോലത്തെ ഇഡലി കിട്ടുന്നു. പക്ഷേ ഇഡലി അങ്ങോട്ട് ശരിയായില്ല. അപ്പം ഞാനിതാ ഇന്നലെ വാങ്ങിച്ച മധുരക്കിഴങ്ങാണ് കേട്ടോ. ലുലു മാളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മധുരക്കിഴങ്ങ് കൂടി വാങ്ങിച്ച്, അപ്പോൾ അത് പുഴുങ്ങാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ഇഡലി ആകുമ്പോഴേക്കും മധുരക്കിഴങ്ങും ആവുമല്ലോ. മുമ്പൊരിക്കൽ മധുരക്കിഴങ്ങ് വാങ്ങിയപ്പോൾ അതിന് കേടുള്ള ഭാഗമൊക്കെ ഇങ്ങനെ മുറിച്ച് കളഞ്ഞപ്പോൾ അത് തൊടിയിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പുറത്തിട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ ഇട്ടിട്ടില്ല. മറ്റൊരു വീഡിയോയിൽ അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇഡലി, ഇങ്ങനെയാണ് കിട്ടിയത്. എന്തോ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദോശ കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കിയേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.